ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാക്കറ്റ് തന്നെയാണ് കേട്ടോ. നല്ല പാക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 2 ദിവസമായി അവർ അയച്ചിട്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്കറിയില്ല, ഒന്ന് നോക്കാം. ഈ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. മുകൾ ഭാഗവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് തുറക്കാം കേട്ടോ. ഇത് കാണിക്കാം. മുകൾ ഭാഗം തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത്. ആഹാ, ഇത് റോസ് പ്ലാന്റുകളാണ് കേട്ടോ. നമ്മൾ 3 റോസ് പ്ലാന്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, എങ്ങനെയുണ്ട് നമ്മളുടെ റോസ് പ്ലാന്റ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഈ റോസ് പ്ലാന്റ് ക്ലൈംബിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ പൂക്കളാണ്. പൂവെന്ന് കാണിക്കുക. ചെറിയ പൂക്കളാണ്, നിറയെ കൊല കുത്തി ഉണ്ടാവുന്നതാണ്. ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ്, നമുക്ക് പടർത്തി വിടാം. ബഡൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 ദിവസമായി അയച്ചിട്ട്, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഇതാ നമ്മുടെ റോസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയ ബഡുകളൊക്കെ ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി ഇവിടെ വെക്കാം കേട്ടോ. ഇനി അടുത്തത് നാടൻ റോസ് പ്ലാന്റ് ആണ്. അത് ഫ്ലവർ ഇതേ റെഡ് കളറാണ്. ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയി. ബഡ് ഉണ്ട് കേട്ടോ, നിറച്ച്. ഇവിടെയൊക്കെ ബഡ് ഉണ്ട്, ഇവിടെ ബഡ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട് ബഡ്. കുഴപ്പമില്ല, ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഏതാന്ന് നോക്കാം. ഇത് നാടൻ വൈറ്റ് റോസ് പ്ലാന്റ് ആണ്. വൈറ്റ് കളർ കേട്ടോ, കണ്ടോ. ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്, പക്ഷെ അടിയിൽ പെട്ടിട്ടാന്ന് തോന്നുന്നു, കുറച്ചിങ്ങനെ ചതഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്. എന്നാലും നല്ല പ്ലാന്റ് ആണ്, കുഴപ്പമില്ല. ഇത് നിറയെ പൂക്കളും പിന്നെ ഇത് മുട്ടൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. നല്ല പ്ലാന്റ് തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്കിന്ന് 3 റോസ് പ്ലാന്റുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും ഇതെങ്ങനെ നടന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. എൻ്റെ തോട്ടത്തിൽ കുറേ നാളായിട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റിനെ തേടി നടക്കാൻ തുടങ്ങിയിട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ക്ലൈംബിംഗ് പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നിറയെ മുള്ളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പൂവ് ഞാൻ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു പൂവ് പ്രതീക്ഷിച്ചു. ഇതിലിപ്പോൾ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം, ചെറിയ ഫ്ലവറാണ്. നല്ല പരിചരണവും അതുപോലെ തന്നെ വെളിച്ചമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വലിയ ഫ്ലവേഴ്സ് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കട്ടെ. ഇതിന് നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ ഞാനതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിന്ന് ഞാൻ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.